കുന്നംകുളത്തെ മൂന്നാം മുറ വിവാദമായി നിൽക്കുന്നതിനിടെയാണ് സമാന ആരോപണവുമായി കൊല്ലത്തെ ഒരു CPIM നേതാവ് രംഗത്തെത്തിയത്. മധ്യസ്ഥ ചർച്ചയ്ക്കെത്തിയപ്പോൾ പോലീസ് മർദ്ദിച്ചു എന്നാണ് ലോക്കൽ സെക്രട്ടറി സജീവിന്റെ ആരോപണം. അവിടെ നിന്നൊരു പോലീസുകാരൻ പറഞ്ഞു സൗണ്ട് കുറച്ച് സംസാരിക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ എൻ്റെ ഈ സൗണ്ടിലേ ഞാൻ സംസാരിക്കും. പറഞ്ഞ് തീർന്നില്ല. പറഞ്ഞ് തീരുന്നതിന് മുമ്പ് ഇയാൾ കസേരയിൽ നിന്ന് ചാടി എണ്ണിട്ട് എൻ്റെ CI ചാടി എണ്ണിട്ട് എൻ്റെ ഇവിടെ പിടിച്ചിട്ട് ഇവിടെ പിടുത്തമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ രണ്ടതും വല്ലാത്ത രീതിയിലുള്ള പിടുത്തം. ആ വേദന മാറിയിട്ടില്ല. പിടിച്ച് ഒറ്റത്തല സ്റ്റേഷനിനകത്തോട്ട് പിടിച്ച് ഒറ്റ തള്ളകളിൽ ACP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്വേഷിച്ച് എന്താ നടപടി നോക്കട്ടെ എന്ന് പറഞ്ഞു. പക്ഷേ ACP എന്തോന്ന് പറഞ്ഞാലും ഞാനും പാർട്ടിയും അതിൻ്റെ രീതിയിൽ മുന്നോട്ട് പോകും. അതിനകത്ത് ഒരു വിട്ടുവീഴ്ചയില്ല. ഇന്നലെ ACP ഓഫീസിൽ പോയിട്ട് തിരിച്ചു വന്ന് ഈ പോലീസ് സ്റ്റേഷനിൽ ഇരിക്കുന്നു. എനിക്ക് നീതി കിട്ടണം എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ തിരുവോണമായിട്ട് ചോറുപോലും ഞാൻ കഴിച്ചില്ല. അരുൺ രാജ് വിശദാംശങ്ങളുമായി. അരുൺ രാജ്, ബോധ്യങ്ങളാണ് അനുഭവമാകുന്നത് എന്ന് പറഞ്ഞുകൊണ്ടൊരു ഫേസ്ബുക്ക് പോസ്റ്റാണ് ആദ്യം വന്നത്. അതിനുശേഷമാണ് അദ്ദേഹം നമ്മളോട് വളരെ വിശദമായി തന്നെ സംസാരിച്ചത്. ഇത്രയും വലിയ വിവാദമായി കുന്നംകുളത്തെ സംഭവമൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ആ വേളയിലാണ് ഈ മർദ്ദനമുണ്ടായെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ മാസം ആദ്യം അല്ലേ? എന്താണ് അദ്ദേഹത്തിന് സംഭവിച്ചത്? അനുജ, തീർച്ചയായും ഈ തൃശൂർ കുന്നംകുളത്തെ വിഷയം പ്രതിപക്ഷം അക്കാര്യത്തിൽ നിലപാട് ഘടിപ്പിച്ച് സർക്കാരിനെതിരെയും CPM-നെതിരെയും മുന്നോട്ട് പോകുമ്പോഴാണ് പാർട്ടിക്കകത്ത് നിന്ന് തന്നെ സ്വന്തം അനുഭവങ്ങൾ തുറന്നു പറഞ്ഞൊരു ലോക്കൽ സെക്രട്ടറി പോലീസ് മർദ്ദനത്തിന്റെ കഥകൾ തുറന്നു പറയുന്നത്. കൊല്ലം നെടുമ്പന നോർത്ത് ലോക്കൽ സെക്രട്ടറിയാണ് തനിക്കുണ്ടായ അനുഭവം, അത് അനുഭവങ്ങൾ ബോധ്യങ്ങളാകുമ്പോൾ എന്ന തലക്കെട്ടോടുകൂടി ഫേസ്ബുക്കിൽ ആദ്യം പോസ്റ്റ് പങ്കുവച്ചത്. കണ്ണനല്ലൂർ CIയുടെ ഭാഗത്തു നിന്ന് തനിക്ക് ഒരു പൊതു വിഷയത്തിൽ ഇടപെട്ടപ്പോൾ ലഭിച്ച മറുപടിയും അതുപോലെ തന്നെ ഇടപെടലും വളരെ മോശം എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. പിന്നീട് ആദ്യമായ ഒരു മാധ്യമത്തോട്, അത് 24-നോടാണ് ഈ ലോക്കൽ സെക്രട്ടറി സംസാരിച്ചത്. ആ 24-നോട് സംസാരിച്ച വേളയിലാണ് ഈ സ്റ്റേഷനിലുണ്ടായ ദുരനുഭവം അദ്ദേഹം തുറന്നു പറഞ്ഞത്. തൻ്റെ നാട്ടിലെ ഒരു പ്രശ്നം, അത് ഒരു വിവാഹ പ്രശ്നമാണ്. ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് സ്റ്റേഷനിലെത്തി ഈ കാര്യങ്ങൾ തിരക്കുന്നതിനിടയിലാണ് തനിക്ക് കഴുത്തിൽ കുത്തിപ്പിടിക്കുന്ന അവസ്ഥ പോലും, തൻ്റെ കഴുത്തിന് കുത്തിപ്പിടിച്ച് CI വളരെ മോശമായി സംസാരിച്ചു എന്ന അവസ്ഥ പോലും ഇദ്ദേഹം 24-നോട് പങ്കുവച്ചത്. ഈ CI നേരത്തെ നമ്മുടെ തന്നെ ആതിരപ്പള്ളി ലേഖനെ, പ്രാദേശിക ലേഖനെ മർദ്ദിച്ച കേസിലടക്കം ആരോപണ വിധേയനായ ആൻഡ്രിക്കാണ്. ഇദ്ദേഹം തന്നെയാണ് ഇപ്പോൾ ലോക്കൽ സെക്രട്ടറിക്ക് തന്നെ വീണ്ടും ഒരു മർദ്ദനവുമായി രംഗത്ത് വന്നിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം അന്ന് ഇദ്ദേഹത്തിനെതിരെ വകുപ്പ് തല നടപടിയടക്കം ശുപാർശ ചെയ്യുകയും ഇദ്ദേഹത്തെ പിന്നീട് അവിടെ നിന്ന് തൽസ്ഥാനത്ത് നിന്ന് മാറ്റുകയും ചെയ്തിരുന്നു. ഇതിനുശേഷം കണ്ണനല്ലൂരിലെത്തിയ ശേഷവും ഇദ്ദേഹത്തിന്റെ സ്വഭാവത്തിന് യാതൊരു മാറ്റവുമില്ല എന്ന് തെളിയിക്കുന്നതാണ് ഇപ്പോൾ ഈ ലോക്കൽ സെക്രട്ടറിക്ക് തന്നെ നേരിട്ട അനുഭവം. എന്തായാലും പാർട്ടിയുടെ സെക്രട്ടറിമാർക്ക് പോലും, പാർട്ടി ഘടകങ്ങളിലെ പാർട്ടി പ്രവർത്തകർക്ക് പോലും ഈ പാർട്ടി ഭരണത്തിൽ യാതൊരു തരത്തിലുള്ള ദാക്ഷിണ്യവും ലഭിക്കുന്നില്ല എന്നുള്ള ഒരു പരിഹാസം പോലും ഇപ്പോൾ കൊല്ലം ജില്ലയിലെ കോൺഗ്രസ് നേതൃത്വം ഇപ്പോൾ മുന്നോട്ട് വെക്കുന്നുണ്ട്. കാരണം ഈ വിഷയത്തിൽ പാർട്ടി നേതൃത്വം ഇടപെട്ടിട്ടില്ല എന്നുള്ള ആരോപണം ഇപ്പോൾ കോൺഗ്രസ് തന്നെ മുന്നോട്ട് വെക്കുന്നു. വിഷയത്തിൽ CPM മൗനം പാലിക്കുകയാണ്. ലോക്കൽ സെക്രട്ടറിയെ പോലും മർദ്ദിക്കുന്ന പോലീസ് കേരളത്തിലുള്ളപ്പോഴും എന്തുകൊണ്ടാണ് ഇക്കാര്യത്തിൽ CPM അഭിപ്രായം പറയാത്തത് എന്നതാണ് കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കളടക്കം മുന്നോട്ട് വെക്കുന്ന ചോദ്യങ്ങൾ. അരുൺ, ഇതിലിപ്പോൾ എന്താണ് ഇദ്ദേഹം എന്തെങ്കിലും നടപടികളിലേക്ക് കടന്നോ? അദ്ദേഹം പരാതിപ്പെട്ടോ പാർട്ടിയോട്? എന്താണ് അദ്ദേഹം പ്രതീക്ഷിക്കുന്നത്? അരുൺ രാജ്. അനുജ, സെപ്റ്റംബർ 4-നാണ് ഈ മർദ്ദനം ഉണ്ടാകുന്നത്. തുടർന്ന് അദ്ദേഹം ഇന്നലെയും ഈ ഇക്കാര്യത്തിൽ ഏതെങ്കിലും തരത്തിൽ നടപടി ഉണ്ടാകുമെന്ന് കാത്തിരിക്കുകയായിരുന്നു. ACP-ക്ക് അടക്കം പരാതി നൽകി. പക്ഷേ ACP പറഞ്ഞത് ഈ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ച ശേഷം ഇക്കാര്യത്തിൽ നടപടിയെടുക്കാം എന്നുള്ളതാണ്. പക്ഷേ ഇന്നും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല. പരിശോധന തുടരുകയാണ് എന്ന മറുപടിയാണ് പോലീസിൽ നിന്ന് ലഭിച്ചത് എന്നുള്ളതാണ് ഇദ്ദേഹം പറയുന്നത്. പക്ഷേ ഇക്കാര്യത്തിൽ എന്ത് തന്നെയായാലും അവസാന നിമിഷം വരെയും ഈ കാര്യത്തിൽ ഒരു നടപടി ഉണ്ടാകുന്നവരെ മുന്നോട്ട് പോകും എന്നുള്ള നിലപാടാണ് ഈ സജീവ് മുന്നോട്ട് വെക്കുന്നത്. കാരണം തനിക്ക് ഒപ്പം തന്നെ പാർട്ടിയുണ്ട്, പാർട്ടി നേതൃത്വത്തെ ഇക്കാര്യം താൻ ബോധ്യപ്പെടുത്തി എന്ന വാദം കൂടി സജീവ് ആവർത്തിച്ച് പറയുന്നുണ്ട്. പക്ഷേ ഇക്കാര്യത്തിൽ ഔദ്യോഗികമായി CPM ജില്ലാ നേതൃത്വമോ ഏരിയ നേതൃത്വമോ ഒരു പ്രതികരണത്തിന് തയ്യാറായിട്ടില്ല. അതാണ് ഒരു ലോക്കൽ സെക്രട്ടറിക്കുണ്ടായ ദുരനുഭവം. അദ്ദേഹം ഫേസ്ബുക്കിലൂടെ കുറിക്കുകയായിരുന്നു. അനുഭവങ്ങളാണ് ബോധ്യമാകുന്നത് എന്ന തലക്കെട്ടിലൂടെ ഒരു ദീർഘമായ കുറിപ്പ്. അതിനുശേഷം 24-നോട് അദ്ദേഹം സംസാരിക്കുന്നു. എന്താണ് സംഭവിച്ചത് എന്ന് വിശദമാക്കുകയായിരുന്നു. പരാതിപ്പെട്ടിട്ടുണ്ട്. ACP നടപടി കൈക്കൊള്ളാമെന്ന് ഉറപ്പ് നൽകി. പക്ഷേ ഇത്ര ദിവസം കഴിഞ്ഞിട്ടും ഒരു നടപടിയും ഉണ്ടാകുന്നില്ല. പാർട്ടിയും മൗനം പാലിക്കുന്നു എന്നുള്ളതാണ്. നീതി കിട്ടും വരെ, ഏതറ്റം വരെയും അദ്ദേഹം പോകും, പോരാട്ടം തുടരും എന്നുള്ളതാണ്.